നമസ്കാരം. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ ന്യൂസിലൊക്കെ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഈവൻ BBC വരെ ഷെയർ ചെയ്തൊരു ഒരു വാർത്തയുണ്ട്. ഒരു ഇന്ത്യക്കാരി സ്ത്രീ ലണ്ടനിലെ ട്യൂബ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മെട്രോ അതിലിരുന്ന് ദാലും റൈസും ആണെന്ന് ചിലർ പറയുന്നു, ബിരിയാണി ആണെന്ന് വേറെ ചിലർ പറയുന്നു. സോ എന്തായാലും ഒരു ഇന്ത്യൻ ഫുഡ് അവിടെ ഇരുന്ന് കഴിക്കുന്നത്, അതും കൈകൊണ്ട് കഴിക്കുന്നതിന്റെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവുകയും അതിനെതിരെ റേസിസമായിട്ട് ആയിട്ടുള്ള പല കമന്റുകളും അതിന് താഴെ വരികയും ഇന്ത്യക്കാരെ ചെറുതായിട്ടല്ല നല്ല രീതിയിൽ നാണം കെടുത്തുകയും ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഒരു ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ നമ്മൾ പല രാജ്യങ്ങളിലും പോയിട്ട് നമ്മൾ അറിവില്ലായ്മ കൊണ്ടോ ചിലപ്പോൾ അറിഞ്ഞിട്ടും അഹങ്കാരത്തിന്റെ മേലെ ധാർഷ്ട്യം കൊണ്ടോ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ മേലെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ്, ഒരു നെഗറ്റീവ് ഇമേജ് നമുക്കെതിരെ ഉണ്ടാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോ ടൈപ്പ് നമുക്ക് നമ്മുടെ മേലെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാവുന്നുണ്ട്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. സോ ഈ ഒരു ഇൻസിഡന്റിൽ ആ സ്ത്രീയെ ഇപ്പൊ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തേണ്ടി വരും. കാരണം ഇപ്പൊ അവരുടെ കൾച്ചറാണ് കൈകൊണ്ട് കഴിക്കുന്നത്, നമ്മുടെ കൾച്ചറാണ് കൈകൊണ്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേറൊരു കൾച്ചർ കൂടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇന്ത്യക്കാർ ഒരിക്കലും ആഹാരം നടന്നുകൊണ്ടോ യാത്ര ചെയ്തുകൊണ്ടോ കഴിക്കാറില്ല. അതാണ് നമ്മുടെ കൾച്ചർ. നമ്മുടെ കൾച്ചർ എന്താണ്? നമ്മൾ വീട്ടിലിരുന്നേ കഴിക്കാറുള്ളൂ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയേ കഴിക്കാറുള്ളൂ. അപ്പോൾ ആ ഒരു കൾച്ചർ അവരവിടെ ഫോളോ ചെയ്യാതെ ട്രെയിനിലിരുന്നിട്ട് കഴിക്കുന്ന ഒരു രീതി അതത്ര ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇന്ത്യൻ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല മണമാണ് അതിന്. ചിലർക്ക്, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, ഫുഡിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ്. ആ മണം എനിക്ക് കഴിക്കുന്ന സമയത്താണ് എനിക്കിഷ്ടം. അല്ലാതെ കഴിക്കാത്ത സമയത്ത് എനിക്ക് ആ മണം ആരെങ്കിലും കൊണ്ടുതരുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. എൻ്റെ ദേഹത്ത് ആ മണം ഉണ്ടായിരിക്കുന്നതും എനിക്കിഷ്ടമല്ല. സോ അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ ഫുഡിൻ്റെ ഈ മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ സുഖിക്കണമെന്നില്ല. നമ്മുടെ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. സോ ആ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനൊരു ഫുഡ് അവിടെ ഇരുന്ന് ഇന്ത്യൻ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാലയുടെയും മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ മണം എന്ന് പറഞ്ഞാൽ അവിടെ ട്രെയിനിൽ മൊത്തം പരക്കും. അതത്ര നല്ല കാര്യമല്ല. കൈകൊണ്ട് ആ സമയത്ത് അവിടെ ഇരുന്ന് കഴിക്കേണ്ട ഒരു കാര്യം ഉണ്ടായില്ല. ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ യൂസ് ചെയ്യാമായിരുന്നു. അത്രയ്ക്ക് വിഷമാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു അത്രയ്ക്ക് ബുദ്ധിമുട്ട് വരത്തില്ലായിരുന്നു ഒരു പക്ഷേ സ്പൂൺ യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ. കാരണം അത് എന്തുകൊണ്ട് യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരിക്കലും പുറത്ത് പോയി കഴിഞ്ഞാൽ, ഇവിടെ നമ്മളിപ്പോൾ ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ വെൻ ഇൻ റോം ഡു അസ് റോമൻസ് ഡു എന്നൊരു ചൊല്ലുണ്ട്. അതായത് നമ്മൾ റോമിൽ പോയാൽ റോമാക്കാർ എന്ത് ചെയ്യുന്നു അത് ചെയ്യുക. അതുപോലെ നമ്മളിപ്പോൾ വിദേശത്ത് വന്നു കഴിഞ്ഞാൽ അവരെന്താണെന്ന് വെച്ചാൽ അത് ചെയ്യുക. അവരുടെ കസ്റ്റംസ് നമ്മൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ ബഹുമാനിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. സോ ഞാൻ ഒരു വെള്ളക്കാരുടെ കൂട്ടത്തിൽ വല്ലതും പോയി കഴിഞ്ഞാൽ ഞാൻ സ്പൂണും ഫോർക്കും എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിക്കാറുള്ളൂ. കാരണം അങ്ങനെയാണ് ഒരു രീതി. എല്ലാവർക്കും അവരത് കണ്ട് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട്, സോ അവരെ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട്. പക്ഷെ എൻ്റെ പ്രൈവസിയിൽ ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ കൈയാണ് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കൈയാണ് യൂസ് ചെയ്യാറുള്ളത്. സോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. സോ അതുപോലെയുള്ള പല കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും എനിക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മളെ ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ നമ്മൾ പലരും ചെയ്യാത്ത പല കാര്യങ്ങളും. അതിൽ ഒന്ന് രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ത്യക്കാരെ ഇപ്പം ഈ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞല്ലോ, ആഹാരത്തിന് നല്ല സ്മെല്ലാണെന്നുള്ളത്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഭയങ്കര നാറ്റമാണെന്നുള്ളതാണ്. നമ്മുടെ അടുത്ത് നാറ്റമാണ് എന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ് ഉണ്ട്. അത് സത്യവുമാണ്. അതെല്ലാവരിലും ഇല്ല, പക്ഷേ പലരിലും ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന ഫുഡുകളൊക്കെ, ഇപ്പോൾ നമ്മൾ നല്ലൊരു ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ കഴിച്ചിട്ട് കൈയൊക്കെ കഴുകിയിട്ട് പോയാലും ആ നാറ്റം അവിടെ ഉണ്ടാവും. ആ ബിരിയാണിയുടെ നാറ്റം അവിടെ നിന്ന് പോവില്ല. അത് നമ്മളിപ്പോൾ ഒരു ബിരിയാണി കഴിച്ചിട്ട് വന്ന ഒരാളെ നമുക്ക് അടുത്ത് വരുമ്പോൾ മനസ്സിലാവും, ഓ ബിരിയാണിയാണല്ലേ കഴിച്ചതെന്ന് നമ്മൾ പറയും. നമ്മുടെ നാട്ടിൽ നമ്മളത് കാര്യമാക്കാറില്ല, പക്ഷെ പുറത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആവണം. കാരണം പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ആഹാരത്തിൻ്റെ സ്മെല്ലല്ല വരേണ്ടത്, നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള വേറെ സ്മെല്ലുകളാണ് വരാനുള്ളത്. അങ്ങനെ ഇതുപോലുള്ള ആഹാരത്തിൻ്റെ ഈ സ്മെല്ലുകളൊന്നും എപ്പോഴും നമുക്ക് ദേഹത്തുണ്ടാവേണ്ട ഒരു സ്മെല്ലല്ല അത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള നമ്മൾ പെർഫ്യൂംസ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മുടെ ആൾക്കാർക്ക് പെർഫ്യൂം എപ്പോൾ യൂസ് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ നന്നായിട്ട് കുളിക്കും, മലയാളികളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് കുളിക്കും, 2 നേരം കുളിക്കുമെങ്കിലും പെർഫ്യൂം യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യത്തിൽ ഇച്ചിരി പുറകിലാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ വിദേശത്ത് വന്നു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫ്യൂം യൂസ് ചെയ്യുക. നമ്മുടെ ആഹാരം നമ്മുടെ ഫുഡാണ്, ഇന്ത്യൻ ഫുഡാണ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചൺ നല്ലപോലെ ലോക്ക് ചെയ്ത് അതിൻ്റെ എക്സോസ്റ്റൊക്കെ തുറന്നിട്ട് ജനലൊക്കെ തുറന്നിട്ട് മാക്സിമം സ്മെല്ല് പുറത്തോട്ട് പോവുക. പക്ഷേ
നമ്മുടെ ഡ്രസ്സുകളിലൊന്നും പറ്റാതെ നോക്കുക. കാരണം ഞാൻ ഇത് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. ഞാനിവിടെ ഇന്ത്യയിൽ നിന്ന സമയത്തൊന്നും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്. നമ്മൾ ഈ ആഹാരം കുക്ക് ചെയ്യുമ്പോഴത്തേക്കും, ആ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഉണ്ടാക്കുന്ന ആഹാരത്തിന് എന്ത് സ്മെല്ലുണ്ടോ അതെല്ലാം നമ്മുടെ ഷർട്ടിലും ഉണ്ടാവും. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനത് നോട്ടീസ് ചെയ്യുന്നത്. അത് അതിനുശേഷം ഞാൻ എന്താ ചെയ്യുക, നമ്മൾ ഡോറൊക്കെ ക്ലോസ് ചെയ്ത് നിന്നിട്ടാണ് കുക്ക് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ ബാഡ് സ്മെല്ല് നമ്മുടെ ദേഹത്ത് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അത് പെർഫ്യൂം എനിക്ക് നാട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവം ഇല്ലായിരുന്നു. സോ ഇവിടെ വന്നതിന് ശേഷം ഞാൻ പെർഫ്യൂം യൂസ് ചെയ്യാൻ തുടങ്ങി. കാരണം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിപ്പോൾ ഇവിടെ ആയാലും നാട്ടിലായാലും നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ്. പെർഫ്യൂം യൂസ് ചെയ്യുന്നത് ജാടയല്ല, നല്ലൊരു കാര്യമാണ്. അത് നല്ലൊരു ശീലമാണ്. ഇന്നൊരു എത്ര രൂപ നമുക്ക് വളരെ ഒരു നാട്ടിലെ ഒരു 200 300 അല്ലെങ്കിൽ 400 500 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പെർഫ്യൂം കിട്ടും. കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാം. നല്ല രീതിയിലുള്ള നല്ല സ്മെല്ലുള്ള പെർഫ്യൂം കിട്ടും. സോ അതൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ശീലിക്കേണ്ടതായിട്ടിരിക്കുന്ന മലയാളികൾ ദയവ് ചെയ്ത് അതൊക്കെ ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇത് നമുക്ക് വളരെ വളരെ വൃത്തികെട്ട ഒരു ഇമേജ് നമുക്കെതിരെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. കറി മഞ്ചേഴ്സ്, കറി സ്മെൽ, ഐ ക്യാൻ സ്മെൽ, എന്താ പറയുക, നമ്മുടെ ചിലരുടെയും വീഡിയോസ്, നമ്മുടെ ഇന്ത്യക്കാരുടെ വീഡിയോസ് കണ്ടു കഴിയുമ്പോൾ പറയും ഐ ക്യാൻ സ്മെൽ ദിസ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പല റേസിസമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നുണ്ട്. മാക്സിമം അത് ആൾക്കാർ പലരും റേസിസ്റ്റുകളാണെങ്കിൽ പോലും അതിൽ ചെറുതായിട്ടുള്ള ഒരു ചെറിയ സത്യം അവിടെയുണ്ട്. നമ്മൾ ഒരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. അതിലൊരു സത്യം ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ പൊതു സ്ഥലങ്ങളിൽ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഭയങ്കര ലൗഡായിട്ട് സംസാരിക്കുന്നത്, അത് നമുക്കിതൊരു ഭയങ്കര പ്രശ്നമാണ്. പണ്ട് ഇവിടെ ആദ്യമായിട്ട് ഞാൻ വന്ന സമയത്ത് 2018 തോന്നുന്നു, 2017 ഞാൻ ഇവിടെ അയർലൻഡ് വരുന്നത്. 2018 ഇവിടെ ഇന്ത്യ അയർലൻഡ് ഒരു ക്രിക്കറ്റ് മത്സരം നടക്കുകയുണ്ടായി. ആ നടക്കുന്ന സമയത്ത് ഞാൻ ട്രെയിനിലാണ് പോയത് ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കളി കാണാനായിട്ട്. ചെല്ലുന്ന സമയത്ത്, കളി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് എല്ലാവരും കൂടി ഇടിച്ച് ട്രെയിനിൽ കയറി. ഫുൾ ഇന്ത്യക്കാരായിരുന്നു ട്രെയിൻ മുഴുവൻ. എൻ്റെ ദൈവമേ, അവിടെ കിടന്ന് അലച്ച് അതിലുണ്ടായിരുന്ന പ്രായമായ സ്ത്രീകളെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ വെള്ളക്കാരെ ഇങ്ങനെ നോക്കി പേടിച്ചിരിക്കുക. നമ്മുടെ ഇന്ത്യക്കാർ, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻസ്, എടുത്ത് പറയണത്. കാരണം അവർ ഭയങ്കര ലൗഡായിരുന്നു അതിനകത്ത്. ഇങ്ങനെ കിടന്ന് അനാവശ്യമായിട്ട് ഇങ്ങനെ ഓരോന്നും കിടന്ന് പറയുന്ന പാകിസ്ഥാൻകാരെ ചീത്ത വിളിച്ച് ഇങ്ങനെ ലൗഡായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ തല കുമ്പിട്ടിരിക്കുമായിരുന്നു. കാരണം നമ്മൾ ഒരു പബ്ലിക് സ്പേസിൽ വരുമ്പോൾ നമ്മുടെ പെരുമാറ്റം എന്താണോ അതിനനുസരിച്ചാണ് നമ്മുടെ ആൾക്കാരെ വിലയിരുത്തുന്നത്. സോ ആ രീതിയിൽ നമ്മൾ പെരുമാറേണ്ടിയിരിക്കുന്നു. കുറച്ച് മാന്യമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ എൻജോയ് ചെയ്യാം. ആർക്കും ഒരു ആവാത്ത രീതിയിൽ. നമ്മൾ ബ്രസീലുകാരൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും അവര് പാട്ടൊക്കെ പാടി ഒരു രീതിയിലൊക്കെ ഒരു താളത്തിലൊക്കെ ഇങ്ങനെ പോകും. പക്ഷെ അവരുടെ ആഘോഷമൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. പക്ഷെ അത് ആ രീതിയിലാണ് അവർ ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചയിടലും ചീത്ത വിളിയൊന്നും, അതും വെള്ളക്കാർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഭാഗ്യം. അത് അവരുടെ സ്വന്തം ഭാഷയിൽ ഇങ്ങനെ ഹിന്ദിയിലാണ് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതത്ര നല്ലൊരു ഇതല്ല നമ്മുടെ നമ്മുടെ ആൾക്കാരെ കുറിച്ചൊരു നല്ലൊരു ഇമേജ് അല്ല കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അതിനോടൊപ്പം തന്നെയാണ് ഈ ഈ പേട്രിയോട്ടിസം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഷോയാണ് നമ്മുടെ ആൾക്കാർ. എൻ്റെ ദൈവമേ, ഈ ഇടയ്ക്ക് യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, പലപ്പോഴും നിങ്ങൾ ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും. ഈ പാകിസ്ഥാൻകാരും ഇന്ത്യക്കാരും തമ്മിൽ കാണിച്ചു കൂട്ടുന്ന വൃത്തികേടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നമ്മുടെ നാട്ടിലെ പ്രശ്നം, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന ഒരു പ്രശ്നം ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഇവിടുത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ രാജ്യത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ടേക്ക് കെയർ ചെയ്യാനായിട്ട് നമുക്കൊരു ആർമിയുണ്ട്. നമ്മുടെ രാജ്യം സുശക്തമാണ്. ശക്തമായ ഒരു ആർമി നമുക്കുണ്ട്. നമ്മുടെ ആർമിക്ക്, നമ്മുടെ രാജ്യം, നമ്മുടെ ഗവൺമെന്റ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർ കേപ്പബിൾ ആണ്. സോ അത് ഇവിടെ കടന്ന് നമ്മൾ ഇവിടുത്തെ പാകിസ്ഥാനികൾക്കെതിരെ സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവരും നമ്മളെപ്പോൾ ഇവിടെ അവരുടെ രാജ്യം കളഞ്ഞ് ഇവിടെ വന്ന് ജോലിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ നമുക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, നമ്മൾ അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നില്ല. നിങ്ങൾക്ക് അവരോട് സംസാരിക്കണ്ടെങ്കിൽ സംസാരിക്കേണ്ട. അവിടെ നിന്ന് പാകിസ്ഥാൻകാരെ ചീത്ത വിളിക്കുക, ബഹളം വെക്കുക, ഈ വെളുപ്പിനെ അവിടെ 7 മണിക്കൊക്കെ പാകിസ്ഥാൻ എംബസിയുടെ, ഇന്ത്യൻ എംബസിയുടെ ഫ്രണ്ടിൽ പോയി കിടന്ന് ഷോ ഓഫ് കാണിക്കുക, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞിട്ടൊക്കെ വിളിച്ച് കാണിച്ച് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് ഇത്രയ്ക്ക് പൈട്രിയോട്ടിസം നിങ്ങൾക്ക് ഇവിടെ കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇത് വേറൊരു രാജ്യമാണ്. നമ്മുടെ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് അവരെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യമില്ല. നമ്മൾ മാക്സിമം ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആയിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ നല്ല രീതിയിൽ സൊസൈറ്റിയിൽ പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ ചെയ്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കേണ്ടിയിരിക്കേണ്ടത്. പക്ഷെ നമ്മുടെ ആൾക്കാർ ഭയങ്കര ബഹളം, രാജ്യത്തിൻ്റെ ഒരു എന്താ പറയാനായിട്ട്, അത് ഒരു ഭയങ്കര അൾട്രാ ജിങ്കോയിസം എന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ ആൾക്കാർ.
അതിനോടൊപ്പം തന്നെ നാട്ടിലുള്ള എല്ലാ അണ്ടനും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഇവിടെ അവർക്കൊരു ശാഖയുണ്ട്. ആ ഒരു രീതിയിൽ ആ പേരൊന്നും വെക്കത്തില്ല കേട്ടോ. ഇപ്പൊ ഈ RSSകാർക്ക് അവരുടേതായിട്ടൊരു ഇതുണ്ട്, കോൺഗ്രസ്സുകാർക്ക് അവരുടേതായിട്ടൊരു വിങ്ങുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർക്ക് വേറെ അവരുടേതായിട്ടൊരു വിങ്ങുണ്ട്. ഇവരെല്ലാവരും കൂടെ എന്തിനാണ് നാട് വിട്ട് നമ്മുടെ ഈ രാഷ്ട്രീയക്കാരും എല്ലാവരും കൂടെ വിചാരിച്ചപ്പോഴത്തേക്കുമാണ് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അവിടം വിട്ട് ഇവിടെ വന്ന് ജീവിക്കേണ്ട ഗതികേട് വരുന്നത്. അതേ രാഷ്ട്രീയം, അതേ ബാക്ക്വേർഡ് ചിന്താഗതികളും എല്ലാം ഇവിടെയും കൊണ്ടുവരണം. എന്താണ് നമുക്ക് ഇവിടെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഭയങ്കര ഞങ്ങളുടെ എന്താ പറയുക, ഞങ്ങളുടെ ഏറ്റവും വലിയ വാല്യൂ, നിങ്ങൾക്ക് എന്ത് വാല്യൂ ആണ് ഇവിടെയുള്ള ജനങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ആ നാട്ടിൽ അതേ അഴുക്കുകളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? RSSന്റെ വിങ്, എൻ്റെ ദൈവമേ, അവരെല്ലാം അവിടെ അതുകൊണ്ട് ഇവിടെ അത് അവരുടെ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം പരിപാടി. അത് UK-യിലുള്ള ആൾക്കാർക്ക് അനുഭവിച്ചാൽ മതി. അത് വഴിയിൽ ഇറങ്ങി നിന്ന് ജയ് ശ്രീറാം വിളിക്കുക, ഒരു സൈഡ് ജയ് ശ്രീറാം, ഒരു സൈഡ് അല്ലാഹു അക്ബർ. ഈ രണ്ട് ടീമുകളും കൂടെ കിടന്ന് അങ്ങ് അലച്ചിലാണ്. നിങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസ് ഉണ്ട് നമ്മുടെ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ, നമ്മുടെ ഹിന്ദു ഫെസ്റ്റിവൽ നടക്കുന്ന ഒരു സമയത്ത് എന്തോ ഈ റോഡിലിറങ്ങി കാവ്യ വസ്ത്രവും ധരിച്ച് ജയ് ശ്രീറാമം വിളിച്ച് അവിടെയുള്ള മുസ്ലിങ്ങളെയും എല്ലാം പ്രകോപിപ്പിക്കുന്നതും, അതിനോടൊപ്പം തന്നെ മുസ്ലിങ്ങൾ ഇത് ഇവർ മാത്രമല്ല കേട്ടോ, മറ്റേ സൈഡൊന്നും ഉണ്ട്, ഇവരും വന്ന് ചെയ്യുന്നത് ആ മൊത്തത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുക. ഞാനൊരു ഹിന്ദു മുസ്ലിം എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാക്കാനല്ല പറയുന്നത്. നമുക്ക് പല പ്രശ്നങ്ങളും പലരുമായിട്ട് ഉണ്ടാവും. അത് നമ്മുടെ നാട്ടിൽ, നമ്മൾ വേറൊരു രാജ്യത്താണ് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് എല്ലാം ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടുന്ന ഒരു രാജ്യത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. അതിവിടെ കൊണ്ടുവന്ന ആ ഒരു രീതിയിലുള്ള ഒരു പരിപാടിയൊന്നും ഇവിടെ നമ്മൾ ചെയ്യാതിരിക്കുക. ഇപ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ മതക്കാരെയും കൂടെ കുറിച്ച് നമുക്ക് പറയാം. ക്രിസ്ത്യാനികൾ ഇവരാരും അങ്ങോട്ട് പുറകിലൊന്നുമല്ല, ഇവർക്ക് ഇവരുടേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. സോ അവരും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. സോ പക്ഷേ ഈ ഫുൾ ഫൈറ്റ് ഫോർ ഫ്രണ്ടിൽ വരിക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ടീമുകളും, RSSന്റെ ഒരു ടീമുകളും മറ്റേ ടീമുകളും തമ്മിലുള്ള പ്രശ്നമാണ് ഫോർ ഫ്രണ്ടിൽ വരിക. അത് കൂടുതലും നടക്കുന്നത് UK-യിലാണ്. സോ അയർലൻഡിൽ ഇതുവരെ എത്തിയിട്ടില്ല. ബട്ട് ശരിയല്ല, ഈ പാർട്ടികളൊക്കെ അവരുടെ പണി നോക്കി ദയവ് ഇത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇവിടെ ജീവിച്ചു പോകും. ഇവിടെ ഓൾറെഡി ഇവിടുത്തെ ആൾക്കാരെ അടിച്ചോടിക്കണമെന്നുള്ള നിലയിലാണ് ഇവിടുത്തെ ആൾക്കാരുടെയൊക്കെ സംസാരം വരുന്നത്. ഇനി നിങ്ങളായിട്ട് കൂടെ വന്ന് ദയവ് ഇത് നശിപ്പിക്കരുത്, അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വീണ്ടും ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മലയാളികൾക്ക് ഇവിടെ കുറേ അസോസിയേഷൻ അവരുടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. ആ പ്രോഗ്രാമിൻ്റെ ഇടയിൽ വന്നിരുന്ന് ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ പൂരത്തിനും പള്ളിപ്പെരുന്നാളിനും എല്ലാം പോകുന്ന സമയത്ത് കൂടിച്ചിട്ട് അങ്ങോട്ട് കിടന്ന് അടി വയ്ക്കത്തില്ലേ, ആ ഒരു സെറ്റപ്പിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളൊക്കെ വരുന്ന നല്ല ഡാൻസും പാട്ടൊക്കെ നടക്കും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അടിച്ച് പൂസായിട്ട് ഒരു സ്ഥലത്ത് ഡാൻസ് നടക്കുന്നു, ഒരു സ്ഥലത്ത് കലാപരിപാടികൾ, കൾച്ചറൽ പ്രോഗ്രാംസ് നടക്കുന്നു, മറ്റേ സൈഡിൽ പുറകിൽ നിന്ന് വെള്ളമടി. ഓക്കെ, വെള്ളം അടിക്കുന്നതിന് ഇവിടെ ഒരു തെറ്റല്ല. അടിച്ചിട്ട് ഇവിടെ വന്ന് സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ വന്ന് കിടന്ന് അടിക്കും അലമ്പും. കഴിഞ്ഞ വർഷം നടന്നൊരു സംഭവമാണിത്. കണ്ടതിന് ശേഷം എനിക്ക് ഇവിടുത്തെ പ്രോഗ്രാംസിന് പോകുന്നതിന് ചെറിയൊരു മടിയാണ്. കാരണം എന്തിന് എല്ലാവരും വന്ന് നല്ല രീതിയിലൊന്ന് എൻജോയ് ചെയ്യാൻ വരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കിടന്ന് ചൊറയുണ്ടാക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മളിപ്പോൾ നമ്മൾ അവരൊരു ഭയങ്കര എക്സാമ്പിളായിട്ട് പറയുന്നതൊന്നുമല്ല. പക്ഷെ അവരുടേതായ പ്രശ്നങ്ങൾ അവർക്കുണ്ടെങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇവർക്കൊരു പ്രോഗ്രാം നടക്കുമ്പോൾ എത്ര വെള്ളം അടിച്ചാലും വളരെ മാന്യമായിട്ട് അവർ പെരുമാറുള്ളൂ. അവിടെ ഒരു അടി അങ്ങനെ ഒരു ഭയങ്കര അടിയൊന്നും ഉണ്ടാവാറില്ല ഒരിക്കലും. കൂടിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചിട്ട് അങ്ങ് പോകും. പക്ഷെ മാറിയും തിരിഞ്ഞുള്ള അടി ഉണ്ടാവത്തില്ല. പക്ഷെ മാക്സിമം അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ച് മിങ്കിൾ ചെയ്ത് നിൽക്കുന്ന സ്ഥലമാണ്. അവർ ഒരു ഇതുമില്ലാതെ അതിരുമില്ലാതെ നിൽക്കുന്ന സ്ഥലമാണ്. എങ്കിൽ പോലും അവരൊരു പ്രശ്നം ഉണ്ടാക്കാതെ മാന്യമായിട്ട് അവർ പരിപാടിയിൽ പങ്കെടുത്ത് സന്തോഷിച്ച് എല്ലാവരും അങ്ങ് പോകും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നും നടക്കുന്ന പരിപാടിയല്ല. പിന്നെ അതിനോടൊപ്പം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൊരു പരിപാടിയാണ് മോഷണം. ഞാൻ ഇന്ത്യക്കാരെന്നുള്ള നിലയിൽ ഭയങ്കര അഭിമാനത്തോടെ നിൽക്കുകയാണ്. നമ്മളെ എന്ത് കാര്യത്തിൽ പിടിച്ചാലും നമ്മളെ മോഷണത്തിൽ നമ്മളെ പിടിക്കില്ല എന്നുള്ളൊരു ഇതിലിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഇടയ്ക്കൊരു സംഭവം നടന്നു. ഐക്കിയ എന്ന് പറയുന്ന അയർലൻഡ് ഡബ്ലിനിലെ ഐക്കിയ എന്ന് പറയുന്നത്, ഐക്കിയ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാകും. നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള സംഭവമാണ്. ഈ നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകളും മറ്റുമൊക്കെ വിൽക്കുന്ന ഒരു കടയാണ്. ചെറിയൊരു കടയല്ല, നമുക്കൊരു വീടുണ്ടായി കഴിഞ്ഞാൽ ആ കടയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ വളരെ ചീപ്പായിട്ട് വീട്ടിലേക്ക് കൊണ്ട എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ആ രീതിയിലുള്ളൊരു കടയാണ്. അവിടെ ചെന്നിട്ട് 3500 യൂറോ വർത്താവുന്ന
സാധനങ്ങൾ അടിച്ചു മാറ്റി ഇന്ത്യക്കാർ, വെറും ഇന്ത്യക്കാരല്ല, ജോലിയും കൂലി ഇല്ലാത്ത ഇന്ത്യക്കാരല്ല, IT പ്രൊഫഷണൽസ് ഫ്രം ആന്ധ്രാപ്രദേശ്, ആന്ധ്രയിൽ നിന്നുള്ള IT പ്രൊഫഷണൽസ് ആണ് ഈ വൃത്തികേട് കാണിച്ചത്. അതും ന്യൂസായി നാണക്കേടെ. അതിൻ്റെ കമൻറ്റ് സെക്ഷൻ, ആ ന്യൂസിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുത്തു നോക്കാൻ എനിക്ക് മടിയായിരുന്നു. ആ രീതിയിലുള്ള വൃത്തികെട്ട ചീത്തവിളികളൊക്കെ ആയിരുന്നു. 3500 രൂപ ആലോചിച്ച് നോക്കണം. ഒരു മാസം ഒരു IT പ്രൊഫഷണലിന് കുറഞ്ഞ പക്ഷം അവർക്ക് ഒരു 3 ലക്ഷം രൂപയെങ്കിലും കിട്ടും ഒരു മാസം. അത്രയും കിട്ടുന്ന ആളുകളാണ് പോയി ഈ മാതിരി വൃത്തികേട് കാണിക്കുന്നത്. എന്തിന്? നമ്മളൊരു രാജ്യത്ത് വന്ന് അവിടെ നമുക്ക് ആവശ്യത്തിന് എന്തെങ്കിലും പൈസ കിട്ടുന്നു, ഫ്രീഡം കിട്ടുന്നു, എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഇതും ഉണ്ട് നിങ്ങൾക്ക്. ആരുടെയും കൂടെ പിടി അടിച്ചു മാറ്റുന്നത് എന്തിനാണ്? അടിച്ചു മാറ്റാൻ നിങ്ങളെ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. ഇവിടെ പിടിക്കാതിരിക്കാനുള്ള ഇതൊന്നുമില്ല. അവർ ക്യാമറയെല്ലാം വച്ചുകൊണ്ടിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല, അവർ പിടിക്കും. അതിനുള്ള സെക്യൂരിറ്റിയും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. എന്നാലും ഈ വൃത്തികേടുണ്ടാക്കി നമുക്ക് നാണക്കേടുണ്ടാക്കുന്നു. എനിക്ക് പറയാൻ ഒന്നുമില്ല ഈ കാര്യങ്ങളിൽ. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള 1-2 കാര്യങ്ങളൂടെ എനിക്ക് എടുത്തു പറയാനുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആളുകൾക്ക് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായിട്ടൊരു ചാറ്റ് ചെയ്യുന്നൊരു സ്വഭാവം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് പല ആളുകളുടെ ഇടയിലും ഉണ്ട്. ഇവരെ പിടിക്കാനായിട്ട് ഈ പല ആക്ടിവിസ്റ്റുകളും നിലവിൽ വരുന്നുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇങ്ങനെയുള്ള പ്രൊഡക്റ്റേഴ്സ്, ഇങ്ങനെയുള്ള പ്രായപൂർത്തിയാകാത്ത പെണ്ണുങ്ങളുമായിട്ട് സംസാരിക്കാൻ സാധ്യതയുള്ള ആളുകളെയൊക്കെ ഇവർ ഓൺലൈനിൽ വാച്ച് ചെയ്തിട്ട്, അവരുടെ ആക്ടിവിറ്റീസൊക്കെ വാച്ച് ചെയ്തിട്ട് ഇവർ തന്നെ ഇവർക്ക് വേണ്ടി ഒരു കെണി ഉണ്ടാക്കും. ആ കെണി വഴി പെൺകുട്ടികളായിട്ട് പ്രിറ്റൻഡ് ചെയ്ത് ഇവർ സംസാരിച്ചിട്ട് അവരുടെ പ്രായം അവരെടുത്ത് പറയും. ഞങ്ങൾക്ക് 13 വയസ്സാണ്, 14 വയസ്സാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരോട് സംസാരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നേരിട്ട് ഈ പെൺകുട്ടിയെ കാണാനും അനാവശ്യങ്ങൾ ചെയ്യാനുമായിട്ടൊക്കെ ചെല്ലും. ഇവരെ പിടിക്കും, വീഡിയോ ഉണ്ടാക്കും, എടുത്ത് ടിക്ടോക്കിലും യൂട്യൂബിലും എല്ലാം ഇടും. ഇതെല്ലാം സുലഭമായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എനിക്കിത് മൊത്തം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ടും ഇത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരുമെന്നുള്ള പേടിയുള്ളതുകൊണ്ട് ഞാൻ ഈ വീഡിയോസ് ഒന്നും എടുത്ത് കാണിക്കുന്നില്ല. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിലും ടിക്ടോക്ക് നാട്ടിലില്ലല്ലോ, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നിങ്ങൾക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന കാര്യമാണ്. ഇന്ത്യക്കെതിരെ ഇപ്പോൾ സംസാരിക്കാൻ വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തൊക്കെ ഉണ്ടാവും. ഈ വൃത്തികേട് നമ്മുടെ മലയാളികൾ ഉൾപ്പെടെ ഇതിനകത്ത് പെടുന്നുണ്ട്. അതാണ് സത്യം. മെജോറിറ്റി പെടുന്നത് നോർത്ത് ഇന്ത്യൻസും പാകിസ്ഥാനികളാണെന്നുണ്ടെങ്കിലും ഈയിടെയായിട്ട് കുറച്ച് മലയാളികളെയും നമ്മുടെ വീഡിയോസിൽ ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നാണക്കേടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു പയ്യനെ ഈ ഇടയ്ക്ക് തൂക്കിയായിരുന്നു. അവനെ അടിച്ച് ഒരു കുഞ്ഞു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അവൻ്റെ വീട്ടിൽ നിർത്തിയിരുന്നു. ആ തട്ടിക്കൊണ്ടുപോയ കുട്ടിയും ഒരു ഇന്ത്യൻ മലയാളി കുട്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ശരിയല്ല, പക്ഷെ അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവനെ ഡിപ്പോർട്ട് ചെയ്യുകയാണെന്നാണ് കേട്ടത് ഇപ്പോൾ റീസെൻ്റ്ലി. പ്രായപൂർത്തിയാക്കാത്ത കൊച്ചുകുട്ടിയെ വിളിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി. ഇവനൊന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത്, ഇവന് ബോധമില്ലാത്തതെന്നാണ് പറയുന്നത്. കഞ്ചാവൊക്കെ അടിച്ചങ്ങ് പൂസായിരുന്നു. ഒരു ഓണത്തിൻ്റെ ടൈമിൽ നടന്നൊരു പരിപാടിയാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായി സംഭവം നടക്കുന്നത്. ഏതോ നോർത്ത് ഇന്ത്യൻസൊക്കെ എന്നാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഒരു മലയാളീനെയാണ് തൂക്കിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ മലയാളിയോ, ഇങ്ങനൊരു എക്സ്പ്രഷനാണ് നമുക്ക് വന്നത്. എനിക്ക് അത് നാണക്കേടായിപ്പോയ ഒരു സംഭവമായിരുന്നു. സോ ഇതുപോലുള്ള പല വൃത്തികെട്ട സ്വഭാവങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് പുഴുക്കുത്തുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഒട്ടും ശരിയല്ല, നല്ലതല്ല. നമ്മളിതിനെ എന്താ പറയാനായിട്ട്, നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മൾ ആസ് എ കമ്മ്യൂണിറ്റി, ആസ് ഇന്ത്യൻസ് നമ്മൾ വളരെ നാണക്കേട് കൊണ്ട് തലകുനിച്ച് പോകുന്ന സന്ദർഭങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെങ്കിലും, വരാൻ പോകുന്ന ആളുകളോട്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ആളുകൾ എല്ലാവരും നിങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു തെറ്റും ഉണ്ടാവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നമ്മളെ നന്നായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക നല്ല രീതിയിൽ. ഇന്ത്യക്കെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികളെന്ന് പറഞ്ഞാൽ നല്ലൊരു പോസിറ്റീവ് ഇമേജ് മാത്രം കൊടുക്കുക. ആരുമായിട്ട് നമുക്ക് പ്രശ്നമൊന്നും വേണ്ട. നമ്മൾ ഇന്ത്യയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, വേറെ ആരുടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. അതവിടെ കളഞ്ഞിട്ട് ഇവിടെ വരിക, പുതിയൊരു ജീവിതം, പുതിയൊരു ഭാവി, അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരുന്നത്. അത് മാത്രം മനസ്സിൽ വെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. സോ ഈ ഒരു കാര്യം എല്ലാവരും ഓർത്തിരിക്കുക. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.